പ്രശസ്തമായ ഒരുപാട് ക്ഷേത്രങ്ങളുള്ള ജില്ലയാണ് മലപ്പുറം ജില്ല. അങ്ങാടിപ്പുറത്തെ പ്രധാനപ്പെട്ട 4 ക്ഷേത്രങ്ങളെ ഇന്ന് പരിചയപ്പെടാം. ഓരോ ക്ഷേത്രങ്ങൾക്കും ഓരോ ഐതിഹ്യങ്ങളും ഓരോ ആചാരങ്ങളുമാണ്. ശ്രീ തിരുമാന്താംകുന്ന് ഭഗവതി ക്ഷേത്രത്തിൽ മാംഗല്യപൂജയും അതേപോലെ മുട്ടറക്കലിനും ഒരുപാട് പ്രശസ്തി നേടിയിരിക്കുന്നു. മൂലസ്ഥാനം ശ്രീ ശിവനും പാർവതിയും കൂടിയാണ് ഉള്ളത്. എന്നാൽ ഉള്ളിൽ പ്രതിഷ്ഠ ഭഗവതിയാവുന്നു. കേരളത്തിൽ തന്നെ 3 കാളി മഹാക്ഷേത്രങ്ങളിൽ പ്രധാനപ്പെട്ടതാണ് അങ്ങാടിപ്പുറത്തെ ശ്രീ തിരുമാന്താംകുന്ന് ഭഗവതി ക്ഷേത്രം. കേരളത്തിൻ്റെ നാനാഭാഗങ്ങളിലുള്ള ആൾക്കാർ ഇവിടെ മാംഗല്യപൂജയ്ക്ക് എത്തിച്ചേരാറുണ്ട്. 11 ദിവസം നീണ്ടു നിൽക്കുന്ന ഉത്സവമാണ് ഇവിടെ കുടിയേറാറുള്ളത്. ജാതി മതഭേദമന്യേ ഒരു പള്ളിക്ക് തൊട്ടടുത്ത് ഉള്ളതാണ് ശ്രീ തളി മഹാശിവക്ഷേത്രം. മഹാദേവൻ്റെ ദീപാരാധന സമയത്ത് അതേ സമയം തൊട്ടടുത്ത പള്ളിയിൽ നിന്നും അവരുടെ വാങ്ക് വിളിക്കുന്ന ശബ്ദവും നമുക്ക് കേൾക്കാം. തളി ക്ഷേത്രം കോഴിക്കോടും എല്ലാം ഉണ്ടെങ്കിലും അങ്ങാടിപ്പുറത്തുള്ള തളി ക്ഷേത്രം വളരെ പ്രശസ്തമാണ്. അടുത്തതായി നമ്മൾ പോയത് ശ്രീ മാണിക്യപുരം അയ്യപ്പസ്വാമി ക്ഷേത്രത്തിലാണ് കേട്ടോ. വൃശ്ചിക മാസമായതുകൊണ്ട് അയ്യപ്പന്മാർ അവിടെ ഒരുപാടുണ്ടായിരുന്നു. കെട്ട് നിറയ്ക്കാനും അതേപോലെ മാലയിടാനും എല്ലാം ഉണ്ടായിരുന്നു. വളരെ രസമായിട്ടുള്ളൊരു അനുഭൂതിയായിരുന്നു അവിടെ പോയപ്പോൾ ഉണ്ടായിരുന്നത്. ഉള്ളിൽ ഭഗവാന് വേണ്ടിയിട്ട് നാമങ്ങൾ ചൊല്ലിക്കൊണ്ടിരിക്കുന്നു. ഒരു ഭാഗത്ത് പുള്ളുവ വീണയും വെച്ച് പാട്ട് പാടുന്നതും കണ്ടു കേട്ടോ. അങ്ങനെ വൃശ്ചിക മാസത്തിലെ അയ്യപ്പനെയും കണ്ടു തൊഴുത് നമ്മൾ നേരെ പോയത് മഹാവിഷ്ണു ക്ഷേത്രത്തിലാണ്. തൊട്ടടുത്ത് തന്നെയുള്ള മഹാവിഷ്ണു ക്ഷേത്രത്തിലേയും നമ്മൾ പോയി. അതിനുശേഷം നമ്മൾ നേരെ പോയത് മുതുവര ശ്രീ മഹാവിഷ്ണു ക്ഷേത്രമാണ്. അങ്ങാടിപ്പുറം ഫ്ലൈ ഓവറിൻ്റെ താഴെ നോക്കുമ്പോൾ നല്ല ഭംഗിയുള്ള അമ്പലക്കുളവും ഒരു അമ്പലവും കാണാം. അതാണ് ഈ മുതുവര ശ്രീ മഹാവിഷ്ണു ക്ഷേത്രം. ഇവിടുത്തെ ഭഗവാൻ കൃഷ്ണൻ്റെ അലങ്കാരം പറയാൻ വയ്യ. അത്ര മനോഹരമായിട്ടാണ് ദിവസവും അലങ്കരിക്കാറുള്ളത്. ഇവിടുത്തെ പ്രധാനപ്പെട്ട വഴിപാട് നാരദർക്ക് ഇലയാടയാണ് കേട്ടോ. അത് നമ്മൾ മുൻകൂട്ടി ബുക്ക് ചെയ്യേണ്ടതാണ്. അങ്ങനെ 4 ക്ഷേത്രങ്ങളും തൊഴുത് അന്നത്തെ ദിവസം നമ്മൾ അവസാനിപ്പിച്ചു. അങ്ങാടിപ്പുറത്ത് വരുന്നവർക്ക് വളരെ ഉപകാരപ്പെടുമെന്ന് വിശ്വസിക്കുന്നു. ഞങ്ങളുടെ യാത്രയിൽ നിങ്ങളും കൂടിക്കോളൂ കേട്ടോ.